പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിൻ്റെ ദിവസം. ഞാൻ എപ്പോഴും കർത്താവിൻ്റെ ദിവസം എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ നിങ്ങൾ ഓർക്കും, ഇന്ന് ഞായറാഴ്ചയിലെ കർത്താവിൻ്റെ ദിവസം. ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും കർത്താവിൻ്റെ ദിവസമാണ്. നമ്മളതിനെ സമീപിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നതനുസരിച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദൈവ അനുസ്മരണത്തിലൂടെ കർത്താവിൻ്റെ ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് നേരിട്ട് പ്രത്യക്ഷ പ്രാർത്ഥനയിലേക്ക് വരാം. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, അങ്ങ് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മാധ്യസ്ഥം നേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും പറയുക. സഹോദരങ്ങളെ, കൈകൾ കുപ്പി കണ്ണടച്ച് ഇതെപ്പോൾ പ്രാർത്ഥിക്കാനായി പങ്കെടുക്കുന്നു അപ്പോഴെല്ലാം നിയോഗം ചേർത്ത് പ്രാർത്ഥിക്കണം. കാര്യം നിയോഗം പ്രത്യക്ഷീകരണത്തിന്റെ നിയോഗമാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കുന്ന നിയോഗമാണ്. അതുകൊണ്ട് തന്നെ നിയോഗം ദൈവത്തിന്റെ ആവശ്യമായി മാറുന്നു. നമ്മുടെ ആവശ്യം തന്നെക്കാളും ഉപരി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ഓരോ ദിവസവും കർത്താവിന് സമർപ്പിക്കും. കർത്താവിന് സമർപ്പിക്കുമ്പോൾ ഇതിനെ നമ്മൾ ഫീഡിങ് പ്രയർ എന്നാണ് ഞാൻ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പണ്ട് സ്വകാര്യമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് ഇപ്പോൾ അത് പബ്ലിക്കായിട്ട് ചെയ്യേണ്ടത്. ഇതെല്ലാവർക്കും പ്രയോജനപ്പെടും. പക്ഷേ ഈ ദിവസം നമ്മൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ഇടപെടുന്ന സാഹചര്യങ്ങൾ, സ്ഥാപനങ്ങൾ, സന്ദർഭങ്ങൾ, സമയങ്ങൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മയെ പരിശുദ്ധമേ, ദേവമാതാവേ, വിശ്വാസത്തിൻ്റെ വിനിമയ വേളയിലെ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നീ ആശീർവദിക്കണമേ. കർത്താവ്, എല്ലാ പ്രവർത്തനങ്ങളും ദൈവമഹത്വം വെളിവാകുന്നത് ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് കാണുവാനും കാതുകൊണ്ട് കേൾക്കുവാനും അങ്ങനെ വിവേചനം വരുത്താതെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് അങ്ങനെ സ്വന്തം അനുഭവത്തിലൂടെ ഓരോ മനുഷ്യൻ ദൈവത്തെ തിരിച്ചറിയാൻ ഇന്നത്തെ ദിവസത്തെ അങ്ങ് പ്രത്യേകം ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവെ, കനായിലെ കല്യാണ കുടുംബത്തിലെ മനുഷ്യൻ്റെ കുടുംബത്തിൻ്റെ ഇല്ലായ്മ കണ്ടറിഞ്ഞുകൊണ്ട് അത് ദൈവതിരുസേനയിൽ പറയേണ്ട ഒരു വിഷയമായി അടയാളപ്പെടുത്തിക്കൊണ്ട് ആ വിഷയം അതുപോലെ തന്നെ വന്നിട്ട് ഈശോയോട് പറഞ്ഞിരിക്കുന്ന ആ ഒരു വലിയ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി ചെയ്യണതും അപ്പം ലൈറ്റേക്കാൻ റിക്വസ്റ്റ് ഇടുന്നതും അതുപോലെ തന്നെ തീർത്ഥാടന ഉടമ്പടി ചെയ്യുന്നത്. അവർക്ക് വീഞ്ഞില്ല, വീടില്ല, സ്ഥലമില്ല, അവരുടെ വിവാഹം നടക്കണില്ല, അവർക്ക് മക്കളില്ല, അവർക്ക് സാമ്പത്തിക കടമാണ്, ജപ്തി നടപടിയാണ്, അവരുടെ വീടിൻ്റെ അതിർത്തികൾ തർക്കങ്ങളാണ്,
ജനങ്ങൾ അവരോട് സഹകരിക്കുന്നില്ല. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ കൊണ്ട് അലട്ടുന്ന, വിഷമിക്കുന്ന, ഞെരുങ്ങുന്ന മക്കളുണ്ട്. അമ്മ ഞെരുങ്ങുന്ന എല്ലാ മക്കളെയും നീ ഏറ്റെടുക്കണം. ഞെരുങ്ങുന്ന എല്ലാ മക്കളെയും, ഓരോരോ സാമ്പത്തിക ഞെരുക്കമുള്ളവരുണ്ട്, കുടുംബത്തിൽ സമാധാനമില്ലാത്ത ഞെരുക്കമുണ്ട്, അയൽവാസികൾ ഭിന്നതയുടെ ഞെരുക്കമുള്ളവരുണ്ട്, സ്കൂളുകളിലും കോളേജുകളിലും ഫീസ് കൊടുക്കാൻ പറ്റാത്തതിന് ഞെരുങ്ങുന്നവരുണ്ട്, വിസയുടെ പണം തട്ടിപ്പായിട്ട് മറ്റുള്ള അന്യാധീനപ്പെട്ടു പോയത് തിരിച്ചു കിട്ടാതെ ഞെരുങ്ങുന്നവരുണ്ട്. ഇങ്ങനെ ഓരോരോ കാര്യത്തിനും ഞെരുങ്ങുന്ന മക്കളുണ്ട്. കർത്താവ്, ആ ഞെരുക്കത്തിരിക്കുന്ന ദൈവവൈദ്യങ്ങളെ കർത്താവ് നീ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഇന്ന് മക്കളുടെ ഓരോ വഴികളും, ഇന്ന് മക്കളുടെ ചിന്തകളെ നീ ഏറ്റെടുക്കണമേ. ഇന്ന് മക്കളുടെ പ്രവർത്തനങ്ങൾ, അവരുടെ സംസാരങ്ങൾ, അവരുടെ സംസർഗങ്ങൾ എല്ലാം അമ്മ ഏറ്റെടുക്കണമേ. ദൈവമേ, നീ അറിയാതെ, നിൻ്റെ ഒരു നിയന്ത്രണമില്ലാതെ, നിൻ്റെ ഒരു ആലോചനയില്ലാതെ, നിൻ്റെ വഴി നടത്തലില്ലാതെ ഒന്നുമേ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഓർമ്മശക്തി നൽകിക്കൊണ്ട് ഞങ്ങളെ ആന്തരികമായി നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വചനം കേൾക്കുവാനും, വചനം വായിക്കുവാനും, വചനം സാക്ഷിക്കുവാനും, അതുവഴി ദൈവത്തിൻ്റെ സ്വന്തം പൈതലെ ദൈവ മഹത്വത്തിനായി പോരാടി ജീവിക്കുവാനും ഞങ്ങൾ സഹായിക്കണമേ. ദൈവമേ, മനുഷ്യൻ്റെ ഓരോരോ ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിലിരിക്കുന്നവരെ അങ്ങ് സഹായിക്കണം. കർത്താവെ, യാത്രക്കാരെ സഹായിക്കണം, അതുപോലെ തന്നെ സംരംഭകരെ സഹായിക്കണം, അതുപോലെ തന്നെ ഓരോ അനുദിന ജീവിത യാവനയ്ക്ക് വേണ്ടി പകലന്തിയോളം അധ്വാനിക്കുന്ന എല്ലാവരെയും നീ ആശീർവദിക്കണം. കർത്താവെ, മക്കളെല്ലാത്തിനും ആശീർവദിക്കണം, രോഗപീഡിതരെ ആശ്വസിക്കണം, ഡിപ്രഷൻ അടിച്ചിരിക്കുന്നവരെ ആശീർവദിക്കണം. കർത്താവ്, എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്ന എല്ലാവരും നീ ആശീർവദിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം അവിടെ ഹൃദയത്തിൽ വിളങ്ങാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു. ലാസനെ ഉയർപ്പിച്ച പോലെ കർത്താവെ, അനേകം കുടുംബങ്ങൾ കർത്താവെ, അവരുടെ ആശകളും പ്രത്യാശകളെല്ലാം കുഴിച്ചുമൂടപ്പെട്ട അവസ്ഥകളാണ്. ഈശോയെ, ലാസറസ് കമ്പാവട്ടെന്ന് പറഞ്ഞ കർത്താവെ, പുറത്തു വരാൻ പറഞ്ഞു ഞങ്ങളുടെ കുടുംബങ്ങളെ നോക്കി നീ കൈയുയർത്തിക്കൊണ്ട് പറയണമേ. ഡിപ്രഷനിൽ നിന്ന്, തകർച്ച ചെയ്യുന്ന, ഇരുന്നു പോയ അവസ്ഥകളിൽ നിന്ന് എൻ്റെ ദൈവപൈതലെ ഞാൻ എൻ്റെ നാമത്തിലെ പിതാവായ ദൈവത്തിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, നീ പുറത്തു വരിക എന്ന് പറയുന്ന ഒരു സ്വരത്തിനായി ഞങ്ങൾ കാതോർത്ത് കാത്തിരിക്കുന്ന കർത്താവെ, നിൻ്റെ ചൈതന്യവും നിൻ്റെ സാന്നിധ്യവും എല്ലാ സമയങ്ങളും സംലഭ്യമാകാൻ നിൻ്റെ അമ്മ പരിശുദ്ധമ്മ ദേവമാതാവിന് ഞങ്ങളുടെ ഇന്നത്തെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് യേശുനാമത്തിനായി ഞങ്ങൾ തലത്തിൽ നാമത്തിൻ്റെ മഹത്വത്തിനായി ഞങ്ങൾ കൈകളെയും കാലുകളെയും സമർപ്പിക്കുന്നു. ഞങ്ങൾ ശിരസ്സ് നമിക്കുന്നു. ഞങ്ങൾ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മായ സർവീസിനായി നയിക്കും. ആമേൻ. ഇവിടെ നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം, ഇന്നത്തെ വചനം യെശയ്യായുടെ വചനമാണ്. 30-ാം അധ്യായം. നിങ്ങൾ കേട്ടിട്ടുള്ള വചനമാണ്. പക്ഷെ കേട്ടിട്ടുള്ള വചനമെങ്കിലും കൃപാസനത്തെ അറിയാമല്ലോ, ദൈവം അതിന് പുതിയ കാലത്തെ പുതിയ അർത്ഥങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ദൈവത്തിൻ്റെ പുതിയ വചനമായിട്ട് മാറ്റും. അപ്പോൾ ഈ വചനം ഏതാണെന്ന് അറിയാമോ? യെശയ്യാ 30:21. അതായത്, നീ ഇടത്തോട്ട് വലത്തോട്ട് തിരിയുമ്പോൾ പിന്നിലൊന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോകും. ഈ പിന്നിലൊന്ന് സ്വരം എന്ന് പറയുന്നത് എന്താണെന്ന് ആണ് ഇന്ന് പറയാൻ പോകുന്നത്. Take the word of God and read it again. യെശയ്യാ 30:21. യെശയ്യാ 30:21. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകളെ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പൊ പിന്നിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ അപ്രതീക്ഷിതമായി നമുക്ക് ഇടത്തും വലത്തും ചിലപ്പോൾ മനുഷ്യന്മാരായിരിക്കും നമ്മൾ സഹായിക്കുന്നത്. അപ്പം മാനുഷികമായ ഒരു സപ്പോർട്ട് ബാങ്ക് ലോൺ തരും, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് നമുക്ക് ലൈഫിൻ്റെ വീട് കിട്ടും. ഇപ്പോൾ ഇടത്തോട്ടോ വലത്തോട്ടോ നമ്മൾ തിരിയും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിൻ്റെ അർത്ഥം. ഇപ്പം തിരിയുമ്പോൾ എന്ത് പറ്റും? നമ്മൾ തിരിയാത്ത സ്ഥലത്ത് നിന്ന് പുറകോട്ടൊക്കെ തിരിയാൻ പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ ബോൾ ബോഡി മൊത്തം തിരിയണ്ടേ. അപ്പം പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും. അപ്പോൾ ഈ മനുഷ്യന്മാരിൽ ആശ്രയിക്കുന്നവർ, പറമ്പ്, പള്ളി, പാർട്ടി, അങ്ങനെ പൊന്ന്, ഇങ്ങനെ ഉള്ള പാവർഗങ്ങളില്ലേ, ഓരോരുത്തർ സഹായിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ആശ്രയിക്കുമ്പോൾ ഇടത്തും വലത്തും തിരികെയാണ്. അപ്പോൾ എന്ത് പറയും? അപ്പോൾ അങ്ങനെ തിരിയുന്നവർ പിന്നിലെ സ്വരം മറന്നു പോകരുത്. കാരണം നിന്നെ സഹായിക്കാനുള്ള സ്വരം നിൻ്റെ പിതാവ് പിന്നിലെന്നാണ് പറയുക. അപ്പം പിന്നിലെ സ്വരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാലഘട്ടമാണ് പിന്നിലെ സ്വരം എന്ന് പറയുന്നത്. അപ്പോൾ ജോസഫൊക്കെ സംസാരിക്കുന്നത് പിന്നിലെ കാലഘട്ടമല്ലേ. പിന്നിൽ നിന്ന് സ്വരം കേൾക്കണത് എന്താണ്? ജോസഫ് പറയണില്ല, അവർ ജോസഫ് ഞങ്ങൾ വിറ്റു, ഞങ്ങളുടെ അനുജ ഞങ്ങൾ വിറ്റു. ഇനിയിപ്പോൾ അവർക്ക് ഭയങ്കര ജാള്യതയും സങ്കടവും പേടിയൊക്കെ ഉണ്ടായി. ഭൂതകാലത്ത് ചെയ്ത കാര്യങ്ങൾ ഓർത്തിട്ട് ജോസഫിൻ്റെ സഹോദരന്മാർക്ക് ഭയങ്കര ജാള്യത വന്നു, പേടി വന്നു, ഇച്ഛാഭംഗം വന്നു, നിരാശ വന്നു. അപ്പോൾ ജോസഫ് പറയും, ഇല്ല, ഒന്നും പ്രശ്നം, നിങ്ങൾ സന്തോഷമായിരിക്കുക. അതൊക്കെ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. Take the word of God. ഉൽപ്പത്തി പുസ്തകം 45:5.
എന്നെ ഇവിടെ വിറ്റതോർത്ത് എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ പഴയ കാലങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ നിങ്ങൾ പറയത്തില്ലേ, ആ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കോടികൾ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദീർഘവിശ്വാസം അത് എഴുതി തള്ളു. നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലം, അയ്യോ എനിക്ക് എത്ര കല്യാണക്കാര്യം വന്നതാണ്, ഈ കോന്തനെയുള്ള കിട്ടിയത് പുറത്ത് പറയാത്ത പുറത്ത് കിട്ടി നമ്മളെ പാഴ്സൽ അടി മോഹത്തിന് കിട്ടുന്ന കാരണം ഭർത്താവിൻ്റെ മുഖത്ത് എന്നാലും മറ്റുള്ളവരെ കെട്ടിയിരുന്നുണ്ടെങ്കിൽ കൂടി കൂട്ടുകാരുടെ കൂടെയും വീട്ടിലൊക്കെ തുമ്പ വീട്ടിലും എത്ര കല്യാണക്കാരും വന്ന് അമ്മയും പറയും, നിന്റെ ഇടുപ്പല്ലേ, എത്ര കല്യാണക്കാരി നിനക്കുള്ളതല്ല വന്നാൽ നീയല്ലേ കെട്ടിച്ചാടിയത് മതി എന്ന് പറയും. അപ്പോൾ നമുക്ക് സങ്കടം വരും. കർത്താവ്, ഞാൻ കഴിഞ്ഞ കാലം എടുത്ത തീരുമാനമാണല്ല. പക്ഷെ അത് സംഭവിച്ചത് ദൈവത്തിൻ്റെ നാമത്തിലാണെന്ന് ചിന്തിക്കണം. എന്താണ് കാര്യം എന്നറിയാമോ? യോഹന്നാൻ 1:3 എന്താണ്? ഉണ്ടായിട്ടുള്ളതെല്ലാം അവൻ മൂലമാണ്, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച പിന്നിൽ സംഭവിച്ച കാര്യങ്ങൾ എൻ്റെ ദൈവത്തിൻ്റെ എൻ്റെ ബുദ്ധിമോശമാണെന്ന് നിങ്ങൾ പറയണത് അങ്ങനെയല്ല. നിനക്ക് സംഭവിച്ച പരാജയങ്ങൾ, നിനക്ക് സംഭവിച്ച ബുദ്ധിമോശങ്ങൾ എല്ലാമാണ് ക്രിസ്തു ക്രൂശിലൂടെ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പം നിൻ്റെ ഭൂതകാലത്തിൻ്റെ വ്യതിതമായിട്ടുള്ള എല്ലാ തകർച്ചകളെയും തരിപ്പണമാക്കിയ അവസ്ഥകളെയും ക്രിസ്തു നിനക്ക് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്നു. അത് ക്രിസ്തുവിൻ്റെ സ്വരമായി നീ തിരിച്ചറിയുമ്പോൾ കഴിയുമ്പോൾ, കർത്താവേ, നീ എൻ്റെ ഭൂതകാലങ്ങൾ ഉണ്ടായിരുന്നു. കാര്യം ഭൂതം നിനക്ക് ഭൂതമല്ല, എന്താണ്, നിനക്കത് വർത്തമാനം പോലെയാണ്. അപ്പോൾ നിൻ്റെ വെളിച്ചത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം നിന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് നിനക്ക് ഏൽപ്പിക്കുന്നു. ഇത് നിൻ്റെ സ്വരമായി എൻ്റെ കയ്യിൽ നിന്ന് വന്ന് അബദ്ധമായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ടെങ്കിലും അത് നിൻ്റെ സ്വരമായി ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് നിൻ്റെ അക്കൗണ്ടിൽ നിൻ്റെ നാമത്തിൽ ഞാൻ ഏറ്റെടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ സന്തോഷിക്കണം. അപ്പോൾ എന്നാ പറ്റും? ദൈവം ആ പരാജയങ്ങളെല്ലാം വിജയമാക്കി നിന്നെ ശ്രദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും ഇനി ഭാവിയെ ഓർത്ത്, ഭൂതത്തെ ഓർത്ത്, ഭൂതകാലത്ത് ചെയ്ത പ്രവർത്തനങ്ങൾ ഓർത്ത് ഒരിക്കലും ആരോടും പെയ്യും പെയ്തും പെരക്കി ഇരിക്കരുത്. അത് നിരാശപ്പെടരുത്, സങ്കടപ്പെടരുത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ ഒരു അവസരം മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. പക്ഷേ ദൈവത്തെ നഷ്ടപ്പെടാത്തത്തോളം കാലം വേറെ എന്ത് നഷ്ടപ്പെട്ടാലും ഒരു കഥയുമില്ല. അപ്പോൾ എൻ്റെ ദൈവം എനിക്ക് നഷ്ടപ്പെട്ടിരുന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഭൂതകാലത്തിലുള്ള എല്ലാ തകർച്ചകളെയും നമുക്ക് വിജയമാക്കി മാറ്റാം. മരണാനന്തരവും ഇങ്ങനെ ഒരു തുണിയുടെ നഗ്നതയിൽ ഒരു കുറവിറച്ചിയായിട്ട് പെരുവഴി തൂങ്ങിക്കിടക്കുമ്പോഴും അവൻ മരിച്ചിട്ടും അവനെ ആക്ഷേപിച്ചുകൊണ്ട് ജനങ്ങൾ പോകുന്നതായിട്ട് സുവിശേഷം പറഞ്ഞാണ് ഈ സുവിശേഷം എന്ന് പറയുന്ന മഹാസംഭവം അവസാനിക്കുന്നത്. അപ്പോൾ അവന് മരണാനന്തരവും തന്നെ താഴ്ത്തിക്കൊണ്ട് നമുക്ക് സഹനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അവസാനം മാതൃകയായിട്ട് അവൻ കാലത്തിൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ്. ഇവൻ്റെ അരൂപി നമ്മൾ സ്വീകരിക്കാനാണ് സതീഷിനോട് പരിശുദ്ധാത്മാ പറയണത്, ടേക്ക് ഹിസ് പാർട്ട്. എന്ത് മനോഹരമാണത് കേൾക്കാൻ സാക്ഷ്യം. ഇവൻ്റെ അരൂപി, ഇവനാണ് ലോകത്തെ ജയിച്ചവൻ, അവനിൽ നിനക്കൊരു പങ്കാളിത്തം വേണമെന്ന് പറയും. ദൈവം സ്നേഹിക്കുന്നവർക്ക് ദൈവം ആദ്യം കൊടുക്കുന്നത് ക്രിസ്തുവിലുള്ള പങ്കാളിത്തമാണ്. കൈയിടിച്ചു. കൊല്ലപ്പെട്ടാലും ബൈബിൾ അവസാനിക്ക് പറയും അവൻ കൊല്ലപ്പെട്ടിട്ട് നിന്നുവെന്ന് പറയും. എന്താ പറഞ്ഞിരിക്കുന്നത്? കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സഹനം അവനെ കത്തിച്ച് കളയണില്ല. കർത്താവ് പറയും, മരണം, ഈ രോഗം മരണ കാരണമല്ല എന്ന് പറഞ്ഞ പോലെ ഈ സഹനം നമ്മുടെ നാശത്തിൻ്റെ കാരണമല്ല, മറിച്ച് രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാകുമ്പോഴാണ് സഹനം സന്തോഷമായിട്ട് മാറുന്നത്. എൻ്റെ ദൈവവേദനേ, ഈ ഒരു സന്തോഷത്തിലേക്ക് നീങ്ങണമെങ്കിൽ നീ ക്രിസ്തുവിനെയാണ് കവനന്റിൽ ഉടമ്പടി ലക്ഷ്യം വെക്കേണ്ടത്. പ്രാർത്ഥിക്കുക, കർത്താവേ, ലോകത്തെ സഹനത്തെ ജയിച്ച നാമത്തിലെ വിശ്വസിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്യുമ്പോൾ ഭൗതിക യാഥാർത്ഥ്യങ്ങളെക്കാൾ നിന്റെ നാമത്താൽ, നാമത്തിന്റെ കൃപയാൽ, നാമത്തിന്റെ ശക്തിയാൽ അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ഇത് കൊണ്ടാണ് ബൈബിളിലെ സഹനം സന്തോഷമാക്കുന്നതിന് വേണ്ടി ആന്തരിക സന്തോഷം, ഇത് ആന്തരിക സന്തോഷമാണ്. അതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമെന്ന് നമ്മൾ 14-17 പറയണത് അല്ലേ. ദൈവരാജ്യം, അത് ദൈവരാജ്യത്തെക്കുറിച്ചാണ് പറയണത്. എന്താണ് ദൈവരാജ്യം? പറഞ്ഞേ. ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. അപ്പൊ ആത്മാവ് സന്തോഷം കൈമാറുന്നത് ക്രിസ്തുവിന് നമ്മൾ പങ്കാളികളാകുമ്പോഴാണ്. ക്രിസ്തു എന്ന് പറയുന്നത് സകലത്തിനെ ജയിച്ച അവസാനത്തെ വിജയിയുടെ പേരാണ്. എല്ലാ സകല സാഹചര്യങ്ങളെയും അതിജീവിച്ച ഒരു യുണീക്ക് റെഡീമറായി ഈശോ മാറുന്നത് ഇവിടെ വെച്ചാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ക്രിസ്തുവേ, നിൻ്റെ ബലം, നിൻ്റെ സഹനമല്ല. സഹനത്തിന്
കൃപയ്ക്കും വേണ്ടി ബൈബിൾ ഉപയോഗിക്കുന്ന ഒറ്റ വാക്ക് ബലമെന്നുള്ളതാണ്. എന്നെ ബലപ്പെടുത്തണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. മനസ്സിലായില്ലേ? നിങ്ങളെ ഇപ്പോൾ ഉടമ്പടിയുടെ എന്തെങ്കിലും ഒരു വിഷയം, ഇപ്പം നിങ്ങൾ റിസൾട്ട് നോക്കി ഒരു വിഷയം പോയി, അപ്പോൾ എൻ്റെ ഉടനെ ഞാനിങ്ങനെ കൂട്ടുകാരുടെ മുമ്പിൽ നോക്കും, ഞാനിങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ നോക്കും, ഞാൻ നാളെ കയറി പോകുന്നതാണ് പറഞ്ഞിരിക്കണത്, ഞാൻ ലോൺ എടുത്ത് പോയില്ല, 20 ലക്ഷത്തിൻ്റെ പലിശ ഞാൻ കൊടുക്കണമല്ല, ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് പട്ടി പോകണ പോലെ മോങ്ങരുത്. കമ്പ്യൂട്ടർ നോക്കുമ്പോൾ നിങ്ങൾ ഈ വിഷയം കണ്ടില്ലെങ്കിൽ കർത്താവ് കാണുന്നുണ്ട് എല്ലാ കാര്യം. കർത്താവിന് പദ്ധതിയുണ്ട്. നീ ചിലപ്പോൾ കയറിപ്പോയി കഴിഞ്ഞാൽ, ഈ സമയത്ത് കയറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് അവിടെ അതിൻ്റെ അക്കോമഡേഷൻ കിട്ടിയില്ലെന്ന് വരും, അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് നിനക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരും. നിന്നെക്കാളുന്നല്ല നിൻ്റെ വഴി കർത്താവിനറിയാം. അതിന് കർത്താവ് നിൻ്റെ വഴി കർമ്മീകരിക്കുകയാണ്. അപ്പോൾ നീ എന്താ പറയേണ്ടത്? എൻ്റെ ഫയൽ കർത്താവ് എടുക്കണവരെ എന്നെ ബലപ്പെടുത്തണമേ. ബലപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ സഹനങ്ങൾക്ക് ആനുപാതികമായ കൃപ നൽകണമേ. അതിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്തുവിൻ്റെ സഹനങ്ങളിലെ ക്രിസ്തു സന്തോഷിച്ചതുപോലെ എന്നെയും എൻ്റെ സഹനങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. കൈയടിക്കട്ടെ. പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ ജീവ സാന്നിധ്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിന് വിളിച്ചു ചേർത്തതിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ തിരുമുറിവാർന്ന വലതു കരത്താൽ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും അങ്ങ് സ്പർശിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. ഹെബ്രായർ 4:16. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. നമുക്ക് ഏറ്റു പറയാം. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് കൃപാവരത്തിന്റെ സിംഹാസനത്തിലേക്ക് വരാം. ഇപ്പം നമുക്ക് വേണ്ട സമയത്ത് നമുക്കറിയാമല്ലോ, നമുക്ക് ദൈവത്തിൻ്റെ കൃപയും കരുണയും നമുക്ക് ചില പ്രത്യേക സമയത്താണ് ആവശ്യമായി വരുന്നത്. കരുണ നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത്? നമ്മുടെ മെരിറ്റ് പോകുന്ന സ്ഥലത്താണ്. അതാണ് വേണ്ട സമയമെന്ന് ബൈബിൾ പറയണത്. എല്ലാ കാലങ്ങൾക്കും എല്ലാ വിഷയങ്ങൾക്കും നമ്മുടെ പ്രത്യാശയ്ക്ക് ഒത്ത യോഗ്യത നമുക്ക് ചില സമയത്ത് ഉണ്ടാകത്തില്ല. നമുക്ക് ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടാകത്തില്ലേ? പഠനം, ജോലി, അല്ലേ, വീട്, വിവാഹം, ആരോഗ്യം, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ആംബിയർ നമുക്കുണ്ടാകത്തില്ല, അതിനുള്ള പാങ്ങുണ്ടാകത്തില്ല. ഇങ്ങനെ നമുക്കതിൻ്റെ യോഗ്യത ചിലപ്പോൾ ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മുടെ ആഗ്രഹത്തിന് പറ്റിയ യോഗ്യതയും ഇല്ലാതെ വരുന്ന സമയമാണ് കൃപയുടെ സമയമെന്ന് പറയണത്. പീഡിയാണ് കൃപയുടെ സമയമെന്ന് പറയുന്നത്. എന്താ? ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഡോക്ടർ പറയണത്, ഇതിന് മെഡിസിൻ ഇവിടെ ഇല്ല, ഇത് വിദേശ രാജ്യങ്ങളിലേ ഉള്ളൂ. നമ്മൾ 1.5 കൊല്ലം ചികിത്സിച്ചിട്ടാണ് ഡോക്ടർ പറയണത്, ഈ അസുഖത്തിന്, ഇപ്പം കണ്ടുപിടിച്ച അസുഖത്തിന് മരുന്ന് ഇവിടെ ഇല്ല, ഇത് വിദേശ രാജ്യങ്ങളിലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായ സംഭവം? നമുക്ക് ആവശ്യമുണ്ട്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ. നമുക്ക് ആവശ്യമുണ്ട്, പക്ഷേ അവൈലബിൾ അല്ല. എന്ന് വെച്ചാൽ ഉടമ്പടി ഭാഷ പറഞ്ഞാൽ മെറിറ്റ് ഇല്ല എന്നതിൻ്റെ അർത്ഥം. ബൈബിൾ ഇതിനെ മെറിറ്റ് എന്നാണ് പറയണത്, യോഗ്യത. നമുക്ക് ആവശ്യമായ നമുക്കുള്ള കപ്പാസിറ്റി അതില്ല. അപ്പോൾ ഇങ്ങനെ വരണ സമയത്ത് പിന്നെ ഓപ്ഷനുണ്ട് ബൈബിളിൽ. എന്താണ്? കരുണ. അതിനെ ബൈബിള് ഏകദാനപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ്? ബൈബിള് കരുണയും കൃപയും ചില സമയത്ത് കരുണയെന്ന് വിളിക്കും, ചില സമയത്ത് കൃപയെന്ന് വിളിക്കും. രണ്ടും ഒന്നാണ്. കരുണ എന്ന ഒരു മഹാമേരുവിൽ നിന്നാണ് കൃപ ഒഴുകി വരണത്. ഇപ്പോൾ നമുക്ക് ഹിമാലയത്തിൽ നിന്ന് ഗംഗാനദി ഒഴുകി വരുന്നത്. അപ്പോൾ അവിടെ ആരാണ്? കരുണ ഏതാണ്? ഹിമാലയവും. ഗംഗാനദി എന്താണ്? കൃപയുമാണ്. ഒഴുകി വരണത്. കരുണയും കൃപയും ഒന്നാണെന്ന് ചോദിച്ചാൽ ഒന്നാണെന്ന് ഞാൻ പറയത്തില്ല. നമ്മൾക്ക് കൃപ തരണമെങ്കിൽ ദൈവത്തിന് ആ കൃപ നമുക്ക് തരാനുള്ള, കൃപ ഉൾക്കൊള്ളാനുള്ള മെറിറ്റ് നമ്മുടെ കയ്യിലില്ല. നമുക്കതിന് യോഗ്യതയില്ല. ദൈവത്തിൻ്റെ കൃപ ഉൾക്കൊള്ളാനുള്ള യോഗ്യത നമുക്കില്ല. കാര്യം അത് ഭയങ്കരമായ രീതിയിൽ വില കൊടുത്ത് ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിലൂടെ നേടിയെടുത്തതാണ്. ക്രിസ്തു മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തപ്പോൾ പിതാവിൻ്റെ മനപ്രസാദമാണ് കൃപയായിട്ട് മാറണത്.
അപ്പോൾ നമ്മൾ കൈ കഴുകാതെ മീൻ പിടിക്കാൻ പറ്റുമോ? കൈ നനയാതെ. ക്രിസ്തു ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് പറയുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്തോസ് 7:23. 1 കൊരിന്തോസ് 7:23. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞ്, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ആരാ വിലക്ക് വാങ്ങിയത്? ക്രിസ്തു. അവിടുത്തെ വിശുദ്ധമായ പീഡാനുഭവസഹനത്താലും കുരിശുമരണത്താലും തിരുമരണത്താലും പാപത്തിന് പരിഹാരം ചെയ്തപ്പോഴാണ് നമ്മൾ ക്രിസ്തുവിനാൽ വിലക്ക് വാങ്ങപ്പെട്ടവരായി. ക്രിസ്തു എന്താണ് നേടിയെടുത്തത്? നഷ്ടപ്പെട്ടു പോയ വരപ്രസാദത്തെ നേടിയെടുത്തു. നഷ്ടപ്പെട്ടു പോയ വരപ്രസാദം, ഈ മനുഷ്യരാശിക്ക് പാപത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ വരപ്രസാദത്തെ സ്വന്തം പീഡാസഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും പിതാവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ക്രിസ്തു നേടിയെടുത്തപ്പോഴാണ് ക്രിസ്തു ഹെബ്രായർ 4:16 പറയുന്ന കൃപയുടെ സിംഹാസനമായി മാറുന്നത്. പ്രൊട്ടസ്റ്റന്റ് ബൈബിളിലെല്ലാം കൃപാസനം തന്നെ കിടക്കുന്നത്. കാത്തലിക് ബൈബിളിലാണ് കൃപയുടെ ഇരിപ്പിടമെന്ന് പറയണത്. അത് കൃപാസനമാണ്. ക്രിസ്തു തന്നെയാണ്. കൃപാസനം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തു തന്നെയാണ്. അതായത് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഹെബ്രായർ 4:16. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. അപ്പോൾ കൃപാവരത്തിൻ്റെ സിംഹാസനമാകുന്ന ക്രിസ്തുവിനെയാണ് സമീപിക്കേണ്ടത്. എപ്പോഴാണ്? വേണ്ട സമയത്ത്. അതേതാണ്? നമ്മൾക്ക് മെറിറ്റ് നഷ്ടപ്പെടുമ്പോൾ, നിത്യരക്ഷക്കായാലും അനുദിന ജീവിതത്തിനായാലും നമുക്കതിൻ്റെ യോഗ്യതയില്ലാത്ത സമയത്ത് നമുക്ക് വരാൻ പറ്റിയ ഒരിടം എന്താണ്? ക്രിസ്തുവാണ്. അപ്പോഴേ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം, അല്ലെങ്കിൽ കൃപാവരത്തിൻ്റെ സിംഹാസനമായ ക്രിസ്തുവിലേക്ക് വരാം എന്ന് വെച്ചാൽ ഓക്കെയാണ്. പക്ഷേ അവിടെ ഓക്കെ ആകാത്തൊരു വിഷയമുണ്ട്. എന്താ കാര്യം? നമുക്കൊരു പരിചയമില്ലാത്ത ആൾക്കാർക്ക് ഇപ്പോൾ ഓഫീസിലായാലും ശരി ഓടിക്കയറാൻ പറ്റുമോ? പറ്റത്തില്ല. നമുക്കൊരു പരിചയമില്ല, അടുപ്പമില്ല, നമ്മൾ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. നമ്മൾ ആ വിഷയത്തിലേക്ക് ആ വ്യക്തിനെ സമീപിക്കണ മുമ്പ് അയാൾ ചോദിക്കും, നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. ആ ചോദ്യം അവിടെ ഉണ്ട്. നിങ്ങൾക്ക് പരിചയമില്ലാത്ത വ്യക്തി കമ്പനിയിലാകാം, ഓഫീസിലാകാം, നിങ്ങൾ കയറി ചെല്ലുമ്പോൾ ആദ്യം ചോദിക്കണം ആരാണ്? നിങ്ങളെന്താ ചോദിക്കണം? നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. ആ ചോദ്യം ഉണ്ട് അവിടെ. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരാൾ വരണം നിങ്ങളുടെ കൂടെ. ഇന്നയാളാണെന്ന് പറയണം. ഇവിടെയാണ് മരിയ സ്പേസ് എന്ന്. ഉടമ്പടിയുടെ മരിയ സ്പേസ് അതാണ്. നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരാൾ. കൃപാവരത്തിൻ്റെ സിംഹാസനത്തിലേക്കാണ് നിങ്ങൾ വരേണ്ടത്. പക്ഷെ നിങ്ങളെ ഒരു പരിചയമില്ലെങ്കിൽ നിങ്ങൾ ആരാണെന്ന് ഉടനെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഇന്നയാളാണെന്ന് പറയണം, പരിചയപ്പെടുത്തണം. അപ്പോസ്തലന്മാർ ക്രിസ്തുവിൻ്റെ അടുത്ത് വരുമ്പോൾ പരിചയപ്പെടുത്തണുണ്ട്. എന്താണ്? ഇയാൾ ഒരു യഹൂദ പ്രമാണിയാണ്. അയാൾ നമ്മുടെ ജനങ്ങളെ ശതാധിപനോട് പറയുന്ന ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 7:4-5. ലൂക്ക 7:4-5. അവർ യേശുവിന്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ചു പറഞ്ഞു. യേശു ഒരു ജൂസ് ട്രൈബിലുള്ള ആളാണ്. ഈ വന്നിരിക്കുന്ന കക്ഷികളും അങ്ങേരുടെ തന്നെ രക്തത്തിലുള്ള ആളാണ്. പക്ഷെ അവിടെ എന്നിട്ടും പോലും എന്ത് ചെയ്യണം? കേണപേക്ഷിക്കേണ്ടി വരുന്നുണ്ട്. യേശുവിൻ്റെ അതേ റാങ്കിലുള്ള, അതേ സമുദായത്തിലും അതേ രക്തത്തിലുള്ള ആൾക്കാരാണ് കൂടെ ഉള്ളത്. അയാളാണ് ഈ റോമൻ ശതാബ്ദത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ വരുന്നത്. എന്നിട്ട് അവർക്ക് പോലും എന്താ ചെയ്യണത്? കേണപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, നേരെ നിന്ന് പറയാൻ പറ്റത്തില്ല. മനുഷ്യന് ബേസിക്കായിട്ട് യോഗ്യതയില്ലെന്ന് എൻ്റെ അർത്ഥം. നമുക്ക് മെറിറ്റില്ല. ഈ മെറിറ്റ്, യേശുവിനെ സമീപിക്കാനുള്ള ഈ മെറിറ്റ് കുറവാണ് പലപ്പോഴും എന്ത് പറ്റണത്? ഒരു മരിയൻ സാന്നിധ്യത്തിൻ്റെ സ്പേസ്. കാര്യം നമ്മളെ യേശുവിനെ പരിചയമില്ലെങ്കിലും യേശു കുരിശിൽ വെച്ച് നമ്മളെ അമ്മയ്ക്ക് മക്കളാക്കിയിട്ടുണ്ട്. ദിസ് ഈസ് അവർ റൈറ്റ്. ഇതിൻ്റെ ലോജിക്ക് ഇതാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഇതാ നിന്റെ അമ്മ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 19:26-27. യോഹന്നാൻ 19:26-27. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ
ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അപ്പം അമ്മ നമ്മൾ എന്താ ചെയ്യണത്? അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിക്കാൻ ഈശോ നിർദ്ദേശിച്ച പ്രകാരം വിശ്വാസികളെ അമ്മ മാതാവിനെ സ്വന്തം അമ്മയായിട്ട് നമ്മൾ സ്വീകരിക്കുന്നു. അമ്മ നമ്മളെ മക്കളായിട്ട് സ്വീകരിക്കുന്നു. ഈ വേണ്ട സമയത്ത് നിങ്ങളുടെ കൃപയുടെ സിംഹാസനത്തെ സമീപിക്കാൻ പറയുമ്പോഴേ ഈ അമ്മയാണ് നമ്മളെ മരിയൻ ഉടമ്പടി കൂട്ടിക്കൊണ്ട് വരുന്നത്. അതിൻ്റെ ഗ്രൗണ്ട് എന്താണ്? ഇത് നമ്മുടെ തന്നെ സഹോദരനാണ്, സഹോദരിയാണ്, എൻ്റെ തന്നെ മക്കളാണ്. നീ കുരിശ് വെച്ച് നിൻ്റെ രക്തം ചിന്തി പറഞ്ഞ വാക്കാണിത്. എന്താണ്? നിൻ്റെ രക്തം കൊണ്ട് നീ ഒപ്പിട്ട ഒരു പ്രമാണമാണിത്. എന്താണ്? അതിലൂടെ നമ്മളെ ക്രിസ്തു നേടിയെടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മളും അവകാശികളായിക്കൊണ്ടാണ് ഈശോ നമുക്ക് അവിടുത്തെ അമ്മയെ നമ്മുടെ സ്വന്തം അമ്മയായിട്ട് തന്നിട്ട് നമ്മൾക്ക് ക്രിസ്തു നേടിയെടുത്ത എല്ലാ കൃപകളുടെയും അവകാശികളാക്കിയിരിക്കുകയാണ് കുരിശിൽ വെച്ചുകൊണ്ട്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ചുവട്ടിൽ വെച്ച് അമ്മയെ തന്ന ദൈവപിതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി അമ്മ ക്രിസ്തുവിൻ്റെ അടുത്ത് നമ്മളെ കൊണ്ടുവന്നിട്ട് അമ്മ നമ്മളോട് ക്രിസ്തുവിനോട് ആവശ്യപ്പെടുന്ന പോലെ തന്നെ, നമ്മളെ ഈ സമയത്ത് സഹായിക്കണമെന്ന് ക്രിസ്തുവിനോട് ആവശ്യപ്പെടുന്ന പോലെ തന്നെ അമ്മ നമ്മളോട് ഒരു കാര്യം ആവശ്യപ്പെടും. എന്താ കാര്യം? അവൻ പറയണ പോലെ ജീവിക്കണം. എന്താണ് സംഭവം? ഇതാ വിഷയം. അവൻ ഒത്തിരിയേറെ രക്തം ചിന്തി നേടിയെടുത്തതാണ് നിൻ്റെ കൃപകളല്ല, നീ അനുഭവിക്കുന്ന എല്ലാ അവകാശങ്ങളും. അതുകൊണ്ട് നീ അനുഭവിക്കാൻ പോകുന്ന മുഴുവൻ അവകാശങ്ങളെ അവൻ തൻ്റെ രക്തത്താൽ നേടിയെടുത്തതാണ്. അപ്പോൾ നിൻ്റെ നോട്ട് ബൈ മെറിറ്റായിട്ട് നിനക്കത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. എന്താണ്? അവൻ പറയണ പോലെ നിങ്ങൾ ജീവിക്കണം. അതാണ് മരിയൻ ഉടമ്പടി. കൈയടിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവൻ്റെ അനുഗ്രഹങ്ങളെ നമ്മളെ നോട്ട് ബൈ മെറിറ്റിൽ നമ്മുടെ യോഗ്യതയാലല്ലാതെ അവൻ്റെ കൃപയാൽ അവൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ വേണ്ട സമയത്ത് പ്രാപിക്കാൻ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ അതിലൊന്നാമത്തെ കാര്യം എന്താ അവൻ പറയണത്? അവൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്താണ്? അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. മർക്കോസ് 1:15. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. മർക്കോസ് 1:15. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. എപ്പോഴും നമ്മളുടെ സമയമില്ലേ, അത് നമ്മളുടെ യോഗ്യത അയോഗ്യതയുമായി ബന്ധപ്പെട്ടായിരിക്കണം. നമുക്കൊരു വിഷയമുണ്ടായാൽ അപ്പോൾ സമയം പൂർത്തിയാകും. ബൈബിളിൻ്റെ ഒരു ഇക്കണോമി അതാണ്. നമുക്കൊരു വിഷയമുണ്ടായി, നോട്ട് ബൈ മെറിറ്റിലൊരു വിഷയമുണ്ടായി എന്നുവെച്ചാൽ നമ്മുടെ യോഗ്യതയാൽ നേടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ചിലപ്പോൾ നിൻ്റെ ക്യാൻസർ ഫോർസ്റ്റേജ് ആകാം. അപ്പോൾ നിനക്കറിയാം വൈദ്യശാസ്ത്രവും തൽക്കാലത്തേക്ക് നമ്മളെ കൈയൊഴിയാണ്. അതേസമയം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. ഒരു ഭർത്താവും ഭാര്യയും കൂടിയായി. ഞാൻ ആ സാക്ഷ്യം കണ്ടി ഞെട്ടിപ്പോയി. ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തുകൊണ്ട് പറയുകയാണ്, അയാളുടെ പ്രശ്നം മഞ്ഞപ്പിത്തം വന്ന് കരൾ മൊത്തം ഡാമേജായി, മൊത്തം പോയി. വയറൊക്കെ ഇങ്ങനെ വന്ന് വീർത്ത് കരൾ ലീക്കായി, വയറ് വന്ന് വീർത്ത് കുടം പോലെ. അപ്പോൾ ഉടനെ 1.5 കൊല്ലമായിട്ട് ചികിത്സയിലാണേ. അവസാനം വന്ന് കരൾ വീർത്ത് കുടം പോലെയായി. 1.5 ലിറ്റർ വെള്ളം വെച്ച് ഇങ്ങനെ ഓരോ മണിക്കൂറിനും ഓരോ ദിവസവും വയറ്റിൽ നിന്ന് കുത്തിയെടുക്കും. അതിന് ഡോക്ടർ കുത്തിയെടുക്കണതിൻ്റെ കാര്യം, ഡോക്ടർ ഇയാളെ കൊണ്ടുപോയി മരണ വാർഡിൽ കിടത്തും, എഴുതി മേടിച്ചു. ഫയലിനിടയ്ക്ക് ഒന്ന് എഴുതി മേടിക്കും. വീട്ടിൽ ഡെഡ് ബോഡി കൊണ്ടുപോകാനുള്ള ആംബുലൻസ് പിടിച്ചിടും. എന്നിട്ട് മരണ വാർഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ അവസാനം പറയണത്, ആ ഭാര്യയോട് പറയണത് ഒരു കന്നാസ് വാങ്ങിച്ചുകൊണ്ട് വരാനാണ് പറയണത്. അപ്പോൾ ഭാര്യ പോയി കന്നാസ് വാങ്ങിക്കാൻ പോകും. കന്നാസ് വാങ്ങിക്കണത് എന്തിനാണ്? കുറച്ചുകൂടി വെള്ളം കുത്തിയെടുത്താൽ. അപ്പോൾ അതൊക്കെ മുമ്പ് ഭാര്യയോട് കാര്യം ചെയ്യും. ഇയാളെ മരണ വാർഡിലേക്ക് മാറ്റുമ്പോൾ വന്ന് ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടി തൈലം കൊണ്ടുപോയി ഇയാളുടെ വീർത്ത വയറിൽ ഇങ്ങനെ കുരിശ് വരക്കും. ഇതാണ് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയണത്. ഇവിടെ ഡോക്ടറൊന്നും ചെയ്യാൻ പറ്റണില്ല. ഡോക്ടർ മാക്സിമം ചെയ്യാൻ പറ്റണത് ആശുപത്രി ആംബുലൻസ് ഒക്കെ ആക്കുക, ഭാര്യയോട് ഒപ്പിട്ട് വാങ്ങിക്കുക, മരണ വാർഡിലേക്ക് ഇയാളെ മാറ്റുകയാണ്.
എന്നിട്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് അയാളുടെ ഭാര്യയെ തന്നെ അയാളുടെ വയറ് കുത്തി വെള്ളം എടുക്കാനുള്ള കന്നാസ് വാങ്ങിക്കാൻ അയാളുടെ ഭാര്യയെ തന്നെ പറഞ്ഞു വിടുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഭീതിപ്പെടുത്തുന്ന മുഖങ്ങളെ നമ്മൾ അടുത്ത് കാണുമ്പോൾ മാത്രമേ ഉടമ്പടി എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ മെറിറ്റില്ല, ഡോക്ടറിന് മെറിറ്റില്ല, രോഗിക്കും മെറിറ്റില്ല, ഒന്നിനും മെറിറ്റില്ല. ആകപ്പാടെ നിൽക്കണത് എന്താണ്? ഈ ഉടമ്പടി ചെയ്തിട്ട് ആ തൈലം കൊണ്ടുവന്ന് ഈ വൈഫ് അങ്ങേരുടെ വയറയിൽ കുരിശ് വരക്കും, മാതാവിനെ ഏൽപ്പിക്കും ആളാണ്. ആ സമയത്താണ് ഡോക്ടറിന് ഇത് അറിയത്തില്ലല്ലോ. ഡോക്ടർ പോയി ഇപ്പോൾ ഈ മരണ വാർഡിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആളെ അവിടെ നിന്ന് നേരെ ആംബുലൻസ് കയറ്റുകയാണ്. അയാളുടെ ആശ്വാസത്തോടെ മരിക്കട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഈ മനുഷ്യൻ്റെ വയറ്റിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കാൻ വേണ്ടിയാണ് വൈഫിൻ്റെ അടുത്ത് കന്യാസം കൊടുത്ത് വിടണത്, കന്യാസം വാങ്ങിക്കാൻ വിടണത്. വൈഫ് കന്യാസം കൊണ്ട് വന്നിട്ട് ഡോക്ടർ വയറിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കും. വെള്ളം കുത്തിയെടുക്കുമ്പോൾ വെള്ളത്തിന് പകരം ബ്ലഡാണ് കയറി വരണത്. ഡോക്ടർ പറഞ്ഞ് വെള്ളമില്ലേ? വെള്ളത്തിന് പകരം വെള്ളമില്ല, വെള്ളമില്ലാതെ വെള്ളത്തിന് പകരം ബ്ലഡാണ് കയറി വരണത്. ദാറ്റ് മീൻസ് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ കരൾ സുഖപ്പെട്ടിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈ കഴിഞ്ഞ ആഴ്ചത്തെ സാക്ഷ്യം നിങ്ങൾ കണ്ടു കാണും. ആ സാക്ഷ്യം കണ്ടവർ കൈ പൊക്കിക്കേ. ദാറ്റ്സ് ഓക്കെ, താങ്ക് യു. നിങ്ങൾ സാക്ഷ്യം നോക്കണം കേട്ടോ, അല്ലാതെ ഉടമ്പടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇതാണ് ഉടമ്പടി എന്ന് പറയണത്. അവിടെ ഒന്നും ഇല്ല, ആകപ്പാടെ ഉള്ളത് ആ പാവപ്പെട്ട സ്ത്രീയുടെ ഉടമ്പടി മാത്രം. അത് അവരുടെ യോഗ്യതയല്ല വർക്ക് ചെയ്യണത്, മാതാവിൻ്റെ ആ ഉടമ്പടിയെ മാനിക്കും ദൈവം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നിങ്ങൾ ഉടമ്പടി എടുക്കുകയല്ല ചെയ്യേണ്ടത്, ഉടമ്പടിയെ ദൈവം മാനിക്കണം. രണ്ടും രണ്ട് കേസാണ്. ഏത് മനുഷ്യനും ഉടമ്പടി എടുക്കാൻ പറ്റും, പക്ഷേ ദൈവം അത് മാനിച്ചാൽ മാത്രമേ അത് ഉടമ്പടി ആക്ടിവേറ്റ് ആകത്തുള്ളൂ. ഉടമ്പടി മാനിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഉടമ്പടിയെ മാനിക്കണം. അവിടെ വിഷയം എന്നത് നിങ്ങൾ ഉടമ്പടിയെ മാനിക്കണം എങ്ങനെയാണ്? അവൻ പറയണ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കണം, എന്നിട്ട് അതുപോലെ ചെയ്യണം. ചെയ്താവെന്ന് മനസ്സിൽ പ്ലാൻ ചെയ്യണം. എന്നിട്ട് എന്നെ ചിലരുണ്ടല്ലോ എന്നെ സാക്ഷിയാക്കണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും. ഇപ്പോൾ ഓരോ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ താഴത്തെ കമന്റ് നോക്കിയിട്ടുണ്ടോ? എന്താ പറയണത്? മാതാവേ, ഈ അൾത്താരെ വന്ന് എനിക്കും സാക്ഷ്യം പറയാൻ സാധിക്കണേ, എനിക്കും സാക്ഷി എന്നാൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കണമെന്നാണ്. ചില ആൾക്കാരെങ്കിലും അവരുടെ ശവക്കുഴി അവർ തന്നെ തോണ്ടിയിട്ടുണ്ട്. കാര്യം അവർ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ തീരുമാനിക്കും സാക്ഷ്യം മാത്രം പറയുകയില്ല, നാട്ടുകാർ കേൾക്കുമെന്ന്. അതാണ് സംഭവം. അപ്പോൾ അവർ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനേക്കാൾ വലിയ കടൂരമായ സങ്കടത്തോടെ വരും, പക്ഷേ എടുക്കത്തില്ല. കാര്യം നിങ്ങൾ ഫ്രോഡാണെന്ന് നിങ്ങൾ തന്നെ ദൈവദിവസത്തിന് തെളിയിച്ചു. കാര്യം ദൈവത്തെക്കാൾ അവർ ദൈവമായിട്ട് മറ്റുള്ളവരുടെ മുമ്പ് ദൈവത്തിനെ നിങ്ങൾ എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തിന് ഏറ്റുപറയാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് ഏറ്റുപറയാൻ കഴിയാത്ത ആൾക്കാരെ ആ പത്രം കൊടുത്തിരിക്കുന്നതും ആ വിധത്തിലാണ്, രോഗികളെ ശുശ്രൂഷിക്കാൻ പോയിരിക്കുന്നതും ആ വിധത്തിലാണ്. നിങ്ങളുടെ അഭിമാനത്തിൽ മണ്ണ് പറ്റാത്ത രീതിയിലായിരിക്കും നിങ്ങൾ ഉഡായ്പ കാണിച്ചായിരിക്കും പേഴ്സ പ്രവർത്തനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടി എടുക്കുന്നവർ സത്യസന്ധരായിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടി നിബന്ധനകൾ ശ്രദ്ധാപൂർവ്വം പാലിച്ചുകൊണ്ട് ഇതാണ് ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് മെറിറ്റില്ല, യോഗ്യതയില്ല. എല്ലാവരും ഇങ്ങനെ നമ്മളെ കൈവിട്ടിരിക്കുന്നു. നമ്മൾ ആ ഭാര്യയും ഭർത്താവിൻ്റെ ജഡം പോലെ ശവം പോലെ ഇരിക്കുന്ന ശരീരവും മാത്രം ബാക്കി. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ചെല്ലുമ്പോഴും ദൈവം നമ്മളെ കൈവിടത്തില്ല. അതാണ് ഉടമ്പടിയുടെ പിടുത്തം എന്ന് പറയുന്നത്. ഉടമ്പടി ഒരു പൂട്ടാണ്. എന്താണ്? ദൈവത്തെയും നമ്മളെയും കൂടി കൂട്ടിച്ചേർക്കുന്ന ഒരു വലിയ ബന്ധമാണ്. അത് ആരാണ് പൂട്ടിയിരിക്കണത്? ആ ബന്ധം കൈവിടിപ്പിച്ചിരിക്കുന്ന ആരാണ്? അമ്മയാണ്. അമ്മയെന്ന് പറയണത് കുരിശിൻ്റെ ചുവട്ടിൽ വരെ നിന്നുകൊണ്ട് അവൻ പറയണത് പോലെ ചെയ്ത ആളാണ്. മരിയൻ എന്ന് പറയുന്നത് ഒരു ഉടമ്പടിയുടെ ആളായ്മയാണ്. അമ്മ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കുരിശിൻ്റെ ചുവട്ടിൽ വരെ നിന്നുകൊണ്ട് പിതാവായ ദൈവം പറഞ്ഞത് അതുപോലെ നിറവേറ്റിയ ഉടമ്പടിയുടെ ആളായ്മയാണ് ഉടമ്പടി മാതാവ്. ഇത് ക്വീൻ ഓഫ് ദി കവനൻ്റാണ് അവരെ. അതാണ് വാഗ്ദാന പേടകമെന്ന് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് നമ്മുടെ അനുദിന ജീവിതവുമായിട്ടും നമ്മുടെ ക്രൈസിസ് ടൈമായിട്ട് കണക്റ്റഡ് ആണ്. അതാണ് വേണ്ട സമയം എന്ന് പറയുന്നത്. വേണ്ട സമയത്ത് പിന്നെ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് പാപത്തെ അല്ല. പഴയ നിയമത്തിലെ ഉടമ്പടിയൊക്കെ എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് പാപത്തെയാണ്. നമുക്കറിയാമല്ലോ, പഴയ ഉടമ്പടി 3 തരമുണ്ട്. പഴയ നിയമകാല ഉടമ്പടിയുണ്ട്, മോസൈക്ക് ഉടമ്പടി, മോസൈക്ക് കവനൻ്റ്. പിന്നെ പുതിയ കാല ഉടമ്പടി, ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിലൂടെ ഉള്ള വീണ്ടെടുപ്പും കർത്താവ് സ്ഥാപിച്ച പുതിയ ന്യൂ കവനൻ്റും. അത് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു, അതുപോലെ ഈ അപ്പം ഭക്ഷിച്ച് ജീവിക്കുന്നതിന് വേണ്ടി ക്രിസ്തുവിൻ്റെ ശരീരം തന്നെ നമുക്ക് ഭാഗിച്ച് വിധിച്ച് നൽകുന്ന കൃപാന.
എന്ന ഉടമ്പടി, അത് നിത്യജീവന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നിത്യജീവന് വേണ്ടിയാണ് നമ്മൾ കയ്യിലത്തെ സഭാസാരം കേണ്ടായി പോകാനല്ലേ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. നമുക്ക് നഷ്ടപ്പെട്ട പ്രസാദപരം വീണ്ടെടുത്തിട്ട് ദൈവത്തിൻ്റെ കൂടെ നിത്യതയിൽ വരപ്രസാദത്തെ മഹത്വപൂർണ്ണമായി കഴിയാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. പക്ഷേ അനുദിന ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ്? അനുദിന ജീവിതത്തിന് വേണ്ടിയാണ് അമ്മയുടെ സാന്നിധ്യം വരണത്. എന്താണ് വേണ്ട സമയം എന്താണ്? അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്ന ഒരു സമയം. അതാണ് കാനായിലെ കല്യാണം എന്ന് പറയുന്നത്. അവർക്ക് വീഞ്ഞില്ല, അവന് ജോലിയില്ല, അവളുടെ ഭർത്താവ് മരിച്ചുപോയി, അവൾക്കും കുഞ്ഞുങ്ങൾക്കും വരുമാനമില്ല, അവൻ്റെ കുഞ്ഞിന് ഓട്ടിസമാണ്, അവൾക്ക് ജോലിക്ക് പോകാതെ ജീവിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇല്ല എന്ന് പറയാൻ വേണ്ടി ഒരാളെ ദൈവം നിശ്ചയിച്ചിരിക്കുകയാണ്. ദൈവമാണ് നിശ്ചയിച്ചിരിക്കണത്. ആ ദൈവം നിശ്ചയിച്ചത് കൊണ്ടാണ് സമയം ആയില്ല എന്ന് ഈശോയ്ക്ക് അറിയാമെങ്കിലും അമ്മയാണ് സമയം നിശ്ചയിക്കണത്. അമ്മ ഒരാളുടെ ആവശ്യം കൊണ്ട് വന്നാൽ അപ്പോഴാണ് സമയമാകണത്. സമയം ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു ഏജൻ്റാണ്, ഒരു നോഷനാണ് ടൈം എന്ന് പറയുന്നത്. ഇത് സമയം പൂർത്തിയായി അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അതുതന്നെയാണ് അമ്മയും കൊണ്ട് വരുമ്പോഴും പറയും സമയം ആയിട്ടില്ല എന്ന് പറയണത്. അപ്പോൾ അമ്മ സമയം ആയതിൻ്റെ സൂചനയായിട്ടാണ് നമ്മുടെ ഇല്ലായ്മ യേശുവിൻ്റെ അടുത്ത് അവതരിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് എപ്പോഴാണ് മെറിറ്റ് ലോസ് ചെയ്യണത് അപ്പോൾ നമ്മുടെ കൃപയുടെ സമയമായി. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ.